പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ പലരും ലോകാവസാനത്തെക്കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലോകാവസാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പേടിയുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? എന്തുകൊണ്ടാണ് പേടിയില്ലാത്തത്? എനിക്ക് അശേഷം പേടിയില്ല ലോകാവസാനത്തെക്കുറിച്ച്. കാരണം എല്ലാവരും മരിക്കുമല്ലോ, അതാണ് എൻ്റെ കാരണം. മരണത്തെ എനിക്ക് പേടിയാണ്. നിങ്ങളുടെ കാര്യം പറയേണ്ടതില്ല. മരണത്തെ ഞാൻ ഭയപ്പെടുന്നതിൻ്റെ കാരണം ഞാൻ മരിക്കുകയും നിങ്ങൾ ബാക്കി നിൽക്കുകയും ചെയ്യും എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഞാൻ ചെയ്തതും ചെയ്യാത്തതുമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയും. അപ്പം മരിച്ചു കഴിഞ്ഞ് എന്താവും പറയുക എന്നതിൻ്റെ ഉത്കണ്ഠയാണ് എനിക്ക്. നമ്മുടെ മനുഷ്യാനുഭവത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് മരണം എന്ന് പറയുന്നത്. അതിനെ ഒന്ന് മയപ്പെടുത്തി പറയാനായിട്ട് എന്തെല്ലാം സൂത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക എന്നോർത്ത് നോക്കുക. മരിച്ചു കിടക്കുന്നവനെ കാണുമ്പോൾ, മരണവാർത്ത കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഞെട്ടലുണ്ടാകും. ഇത് മറ്റാരുടെയോ കാര്യമാണ് എന്നൊരു വിധത്തിൽ മനസ്സിനെ കൊണ്ടൊക്കെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് നമ്മളൊരു തരം സ്വാസ്ഥ്യം നേടുന്നത്. ഡോക്ടർമാർക്കും അച്ഛന്മാർക്കുമാണ് ഈ മരണത്തിൽ കുറച്ചെങ്കിലുമൊക്കെ നിർവികാരതയോടുകൂടെ നിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഡോക്ടർമാർ ഏത് നേരവും മരണത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അച്ഛന്മാരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ രാവിലെ 6:30 മണിക്കത്തെ കുർബാന മരിച്ച ഒരാളിന് വേണ്ടിയിട്ടുള്ള ഓർമ്മ കുർബാനയായിരിക്കും. കുർബാന കഴിയുമ്പോൾ ഒരു വിവാഹ വാർഷികത്തിൻ്റെ തെതയവും പാടുണ്ട്. പിന്നെ അടുത്ത കുർബാന പിന്നൊരു കല്യാണമായിരിക്കും. അപ്പോൾ ആ മൂഡിലേക്കാവും. ഇത്തിരി കഴിയുമ്പോൾ ഒരു ശവനമസ്കാരമായിരിക്കും. അപ്പോൾ ഒരു വികാരത്തോടും സ്ഥിരമായ ഒരു താല്പര്യം കാണിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല. മരിച്ച വീട്ടിൽ പോയി നിന്ന് വിവാഹത്തിൻ്റെ കാര്യം പറയാനായിട്ടൊക്കെ ഇല്ല. അത് തന്നെയല്ല, ചില നേരത്തെ ചില അബദ്ധം പറ്റാറുണ്ട്. ഞാൻ നുണ പറയുകയല്ല. ഒരു പള്ളിയിൽ തുടർച്ചയായിട്ട് കുർബാനയാണ്. അപ്പം അങ്ങനെ കുർബാന ചെല്ലുമ്പോൾ മരിച്ച കുർബാനയാണ് പലരും നടന്നത്. ഒരു വിവാഹം പുരുഷനും സ്ത്രീയും അകത്തേക്ക് കയറി വന്നപ്പോൾ പാട്ടുകാരൻ നിത്യാകവാടം തുറക്കുമെന്ന് പറഞ്ഞല്ല, ഉണ്ടാക്കി പറയണതല്ല, എവിടെയാണ് നടന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതേകൂടി അവിടെ ബഹളമായി. അപ്പോൾ ഞാനായിരുന്നു കാർമ്മികനെങ്കിൽ ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, സ്വാർത്ഥതയുടെ മരണമാണ് ഇവിടെ നടക്കുന്നത്, നിത്യമായ ഒരു ഇതിലേക്കാണ്, അതാണ് ഈ പാട്ടിൻ്റെ അർത്ഥമെന്നും പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാൻ അവിടെ രക്ഷയൊന്നും ഉണ്ടായില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ പര്യായ പദങ്ങളുള്ളത് മരണത്തിനാണ്. പര്യായ പദമെന്ന് പറഞ്ഞാൽ ഒരേ കാര്യം സൂചിപ്പിക്കാൻ മറ്റൊരു പദം. അത് സ്ഥാനവലിപ്പം, പദവി, ജാതി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല പദങ്ങളും വന്നു ചേരും. കർത്താവിൽ നിദ്ര പ്രാപിച്ചു, സ്വർഗം പൂകി, മരിച്ചു, നിര്യാതനായി, അന്തരിച്ചു. പിന്നെ രാജാവാണെങ്കിൽ തീപ്പെട്ടു, കാലം ചെയ്തു, കാലനാണ് ചെയ്തത് എന്നാലും. പിന്നെ
പരിഹാസത്തിൻ്റെ പുതിയ 2 പദങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വടിയായി, പടമായി എന്ന. ഇതെങ്ങനെ പേരിട്ട് മാറ്റിയാലും സംഗതി ഒരേ കാര്യം തന്നെയാണ്. അതായത് ഈ നേരം വരെ ശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരുത്തൻ ശ്വസനം നിർത്തി നിശ്ചലനായിട്ട് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. കൺമുമ്പിലെ മനുഷ്യൻ അധിക നേരം നമുക്ക് കണ്ടിരിക്കാനായിട്ട് പേടിയായതുകൊണ്ട് നമ്മൾ അയാളെ സംസ്കരിക്കുന്നു, അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നു. ഈ അടുത്ത് പലരും മരിച്ചു. പല പ്രമുഖരും കൊള്ളാവുന്നുവെന്ന് ചിലർ കരുതുന്നവരും ഒക്കെ മരിച്ചപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷ ഓർമ്മയായി എന്നാണ്. ശരിയല്ലേ? അപ്പോൾ ഓർമ്മയാചരണ. ഞാൻ ലോറൻസ് അച്ഛൻ്റെ മരണത്തെ വിശേഷിപ്പിക്കാൻ ഓർമ്മയുടെ ആചരണം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം 63ാമത്തെ ചരമദിനത്തിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ ഭൂമിയിലേക്ക് വന്ന നമ്മളെല്ലാവരും ഇവിടെ നിന്ന് കടന്നു പോകേണ്ടവരാണ്. സ്ഥിരമായ കുടിപാർപ്പ് നമുക്കിവിടെ ഇല്ല. യഹൂദര് കാനാൻ ദേശത്തുനിന്ന് വാഗ്ദാന ഭൂമിയിലേക്ക് എത്തുന്നത് അവരവരുടെ സ്വർഗമായിട്ട് കണ്ടു. നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് സ്വർഗമാകുന്ന വാഗ്ദാന ഭൂമിയിലേക്കും മറുകരയിലേക്കുള്ള യാത്രയായിട്ട് സിയോൻ സഞ്ചാരിയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. മരണത്തെക്കുറിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് ഒരു അന്യാപദേശ കഥ വായിച്ചിട്ടുണ്ട്. മനുഷ്യനെന്ന് പറയുന്നത് മേൽവിലാസം മനഃപൂർവ്വം തെറ്റിച്ച് ദൈവം ലോകത്തിലേക്ക് അയച്ച ഒരു എഴുത്താണ് മനുഷ്യൻ. മനഃപൂർവ്വം മേൽവിലാസം തെറ്റിച്ചാണ് വിട്ടിരിക്കുന്നത്. പക്ഷെ മറുപുറത്ത് സെൻഡേഴ്സ് നെയിം, അയച്ചവൻ്റെ മേൽവിലാസം വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്താരാഷ്ട്ര പോസ്റ്റൽ നിയമം അനുസരിച്ച് ഇങ്ങനെ പേര് അയച്ചവൻ്റെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് അവിടെ നമുക്ക് തിരിച്ച് കിട്ടേണ്ട നിയമമുണ്ട്. ക്രിസ്മസ് കാലത്തൊക്കെ പല ലെറ്ററും അങ്ങനെ നമുക്ക് വരാറുണ്ട്, ഇപ്പോഴും കിട്ടാറുണ്ട്. അപ്പം ദൈവം ഇങ്ങനെ ഈ എഴുത്തുമായിട്ട് പോസ്റ്റ്മാൻ നാട് മുഴുവൻ നടന്നാലും അഡ്രസ്സ് തെറ്റായതുകൊണ്ട് ഒരുത്തനെ കണ്ടുപിടിക്കില്ല. അവസാനം അയാൾ ഇപ്പം എന്താണ്, മനുഷ്യനോട് നിനക്ക് ഇവിടെ സ്ഥിരമായ മേൽവിലാസമില്ലെന്നും നീ എന്നിൽ നിന്ന് വന്നവൻ എന്നിലേക്ക് തന്നെ തിരിച്ചെത്തേണ്ടവനാണെന്നുമുള്ള ആ സത്യം ഓർമ്മിപ്പിക്കുന്ന ഒരു അന്യാപദേശ കഥയാണിത്. ഭൂമിയിൽ നിങ്ങൾക്കും എനിക്കുമെന്നും സ്ഥിരമായ മേൽവിലാസമൊന്നുമില്ല. ദൈവത്തിൽ നിന്ന് വന്നയാൾ അവിടെ തന്നെ തിരിച്ച് എത്തണം. അനുവദിച്ച് കിട്ടിയിരിക്കുന്ന സമയം ദൈർഘ്യമുള്ളതാകാം, അത്ര ദൈർഘ്യമില്ലാത്തതുമാകാം. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, കിട്ടിയിരിക്കുന്ന സമയം മതി സ്വർഗത്തിന് അർഹരാകുന്ന വിധം എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു പോകാനായിട്ട്. നന്മ ചെയ്ത് കടന്നുപോയവൻ എന്ന വിശേഷണം നമ്മുടെ മരണത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നല്ല ട്രിബ്യൂട്ട്, ഏറ്റവും നല്ല അനുസ്മരണ കുറിപ്പ് എന്ന് മനസ്സിലാക്കണം. പതിവായിട്ട് ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. സെൽഫ് അറ്റസ്റ്റേഷൻ എങ്ങനെയാണെന്നറിയാവോ? എങ്ങനെ ഇരിക്കുന്നു ചേട്ടാ ജീവിതമൊക്കെ എന്ന് പറയുമ്പോൾ ചേട്ടനായാലും ചേട്ടത്തിയായാലും പറയും, ഒരുത്തനും ഒരു ഉപദ്രവവും ചെയ്യാതെ ഞാൻ ജീവിച്ചു പോകുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുണ്യവാനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
പക്ഷെ ഓർത്തേക്കണം, ഒരു ഉപദ്രവവും ചെയ്യാതെ നേരെ അങ്ങ് മരിച്ചു എന്നാൽ സ്വർഗത്തവനെ കേറ്റില്ല. ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് മാത്രമല്ല, ആവുന്നത്ര ഉപകാരവും ചെയ്തെങ്കിൽ മാത്രമേ സ്വർഗത്തിൻ്റെ മുന്നിൽ ചെന്നുപെടാനായിട്ട് മനുഷ്യന് ആവൂ. അപ്പോൾ ഉറപ്പിച്ചോ, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. കിട്ടുന്ന നേരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യുക ആവുന്നത്ര. പിന്നെ ചില മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിച്ചിട്ടില്ലാത്ത അയാൾക്ക് ഇത് വന്നല്ലോ എന്ന്. എന്തോന്നാണ് ഈ പറച്ചില്? ആർക്കും ഏതവനും ഏതവളും ഉറുമ്പിനെ ഉപദ്രവിക്കാമെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതെന്ത് ശരിയാ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് ഉറുമ്പാണ്, അത് നിങ്ങൾ അറിയുക. പിന്നെ ഉറുമ്പിനെ പോലെ സ്വാർത്ഥതയില്ലാത്ത മറ്റൊരു ജന്തു ഈ ജന്തു ലോകത്തില്ല. ഉറുമ്പ് ഒരിക്കലും ഒറ്റക്ക് തിന്നാറില്ല. എവിടെയെങ്കിലും ഇത്തിരി ഭക്ഷണം കണ്ടാൽ കൂട്ടരെ വിളിക്കും, അവർ ജാഥയായിട്ട് പോകും. പോയിട്ട് അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോഴും പുറകെ വരുന്നവരെല്ലാം ഇവരോട് എന്തെങ്കിലും ചോദിക്കുന്നത് ഞാൻ ധാരാളം അത് നിരീക്ഷിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയും, അപകടമുണ്ട് എന്നൊക്കെ. ചിലരത് കേൾക്കെ തന്നെ തിരിച്ചു പോകും, ചിലർ മുന്നോട്ട് പോകും. അപ്പോൾ ഇത്രയും സ്വാർത്ഥതയില്ലാത്ത ഒരാളെയാണ് ഈ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ലെന്ന് പറയും. ഇതുകൊണ്ടാകും തൊട്ടാലുടനെ ഉറുമ്പ് നമ്മളെ കടിക്കുന്നത്. വേറൊരു കാരണം മാത്രമല്ല, മരിച്ചാൽ ആദ്യം വന്ന് എല്ലാം അരിച്ചു പെറുക്കുന്നത് ഉറുമ്പുമാണ്. അത് ഓർക്കുക. അപ്പോൾ നമ്മൾ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. എന്ത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഉറുമ്പിനെ ഓടിക്കാനായിട്ടൊരു നല്ല മാർഗം എന്ന് പറയുന്നത് 3-4 ഉറുമ്പിനെ ഒന്ന് കൊന്നവിടെ തേച്ച് വെച്ചാൽ മതി. വേറെ എന്തും വെച്ചിട്ടും കാര്യമില്ല. കുറെ കഴിയുമ്പോൾ മറ്റുറുമ്പുകൾ വന്ന് ഇതിൻ്റെ ശവം എടുത്തുകൊണ്ട് പോകും. പിന്നെ 2-3 ദിവസത്തേക്ക് ആ വഴി ഉറുമ്പ് വരികയുമില്ല. തോബിത്തിൻ്റെ പാരമ്പര്യക്കാരാണ് ഈ ഉറുമ്പുകൾ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓർമ്മകൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഓർമ്മ, നല്ല ഓർമ്മ ഓർക്കാൻ, ഓർത്തു പറയാൻ, കാതോട് കാതോരം തലമുറകളോട് പറയാനായിട്ട് നല്ല ഓർമ്മകൾ തന്നിട്ട് കടന്നുപോയ ഒരു മനുഷ്യന് ഓർമ്മയ്ക്ക് ആദരമർപ്പിക്കാനാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആരും തന്നെ പിന്നെ നേരിട്ട് ലോറൻസ് അച്ഛനെ കണ്ടിട്ടുണ്ടാകും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ ഇങ്ങനെ കോതത്തിന് പറയും, പക്ഷെ അത് അത്ര അടുത്ത് നേരിട്ട് അനുഭവമൊന്നുമില്ല. കോതത്തച്ഛൻ അത് പറയുന്നത് കേട്ടാണ് ഞാൻ സെമിനാരിയിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നറിയുന്നത്. അപ്പോൾ അത് ചെറിയ നേരിട്ട അനുഭവങ്ങളൊന്നുമല്ല, കേട്ടുകയാണ്. അപ്പോൾ മനുഷ്യരെ കാതോട് കാതോരം പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് നമ്മൾ വന്നവരാണ്, നേരിട്ട അനുഭവത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിനല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നല്ലവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല കാര്യം മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. കൂടെ കൊണ്ടുവരാനായിട്ട് ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് താല്പര്യവുമുണ്ട്.
മോശം വാർത്തകൾ പ്രകാശവേഗത്തിൽ പ്രചരിക്കുന്ന ഈ കാലത്ത് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനും, വാ എൻ്റെ കൂടെ വാ, ഇവിടെ വന്ന് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ കൂടെ ചിലരെ കൊണ്ടുവന്ന് നിർത്താനുമൊക്കെ കഴിയുന്നെങ്കിൽ നമ്മൾ അത്ര മോശക്കാരൊന്നുമല്ല. ലോകം തൽക്കാലം നശിക്കാനും പോകുന്നില്ല എന്ന് ഈ നന്മയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ടൊക്കെ. പല മനുഷ്യരും നല്ല കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം അവരെ ഓർക്കാനായിട്ട് കല്ലും കോൺക്രീറ്റും ഒക്കെ കൊണ്ട് സ്മാരകങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോകാറ്. അത് എല്ലായിടത്തും നടക്കുന്നതാണ്. ഒരച്ഛൻ വരും, ആ അച്ഛനും പിന്നെ ഏതാനും ചില ഉത്സാഹ കമ്മിറ്റിക്കാരും കൂടി പിന്നെ അവിടെ സ്മാരകം പണിയും. പിന്നെ പണി, പൊളിച്ചു പണി, വീണ്ടും പണി. ഇതിങ്ങനെ കഴിഞ്ഞ ദിവസം പണിതായിരിക്കും, പക്ഷെ എന്നാലും എൻ്റെ കാലത്ത് ഇത് പണിതു എന്ന് പറയാനായിട്ടുള്ളൊരു രീതി അത് ശരിയല്ല. മറ്റതിന്മേലൊരു കല്ല് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ, തുടങ്ങുന്നതിനേക്കാൾ തുടർച്ചയെക്കുറിച്ച് ചിന്തിക്കാനായിട്ടൊക്കെ പറഞ്ഞാൽ വിരോധമാകും ഉണ്ടാവുക. എൻ്റെ അറിവിൽ ലോറൻസ് അച്ഛൻ ഒന്നും പുതിയതായിട്ടൊന്നും ഇവിടെ ഒന്നും പണിതില്ല. പണിതിട്ടുണ്ടോ? ഈ മാതാവിൻ്റെ ഗ്രോട്ടോ അത്. അപ്പോൾ എന്നിട്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ മുഴുവനും കേൾക്കണം. അതായത് മാർക്കച്ചൻ മുതൽ പിറകോട്ട് ഇവിടെ വന്ന വികാരിമാര് വേണ്ടതൊന്നും ചെയ്തില്ലെന്നോ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തെന്നോ അല്ല ഞാൻ പറയുന്നത്. തെറ്റിദ്ധാരണയൊന്നും വേണ്ട, തെറ്റിദ്ധരിക്കുകയും വേണ്ട. പക്ഷേ ഇവരാരേക്കാളും കൂടുതലായിട്ട് നാട്ടുകാരും മറുനാട്ടുകാരും എല്ലാം ഓർക്കുന്നത് ലോറൻസ് അച്ഛനെയാണ്, അല്ലേ? സംശയമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ആൾ വരികയൊന്നുമില്ലല്ലോ. യാക്കോബ് മരിക്കാൻ നേരത്തെ ജോസഫിനോടൊക്കെ പറഞ്ഞു, എൻ്റെ അസ്ഥികൾ ഇവിടെ കിടക്കരുത്, കാനാനിലേക്ക് പോകുമ്പോൾ അത് കൊണ്ടുപോയേക്കണമെന്ന് പറഞ്ഞു. ജോസഫ് കുറെ വർഷങ്ങൾക്ക് ശേഷം അത് ചെയ്യുന്നുമുണ്ട്. രാജകൊട്ടാരത്തിൽ വാണ മോശ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് 40 കൊല്ലം ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഈ കഷ്ടപ്പാടെല്ലാം കഴിച്ച മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയണം. എന്തൊരു ജന്മമാണ് മോശയുടേതെന്ന് ഓർക്കുക. താഴേക്ക് വരുമ്പോൾ യുവന്മാരുടെ പ്രശ്നം, മുകളിലേക്ക് ചെന്നാൽ കോപിക്കാനിരിക്കുന്ന ദൈവം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാല് തേഞ്ഞ മോശയോട് അവസാനം കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാവോ? നീ കാനാൻ ദേശത്തൊന്നും പോകാൻ പോകുന്നില്ല, വേണമെങ്കിൽ നീ ആ മലയുടെ മുകളിൽ പോയി നിന്നൊന്ന് കണ്ടോ എന്ന്. പോകുന്നത് ജോഷുവയാണ് എന്ന. ജോഷുവ എന്ത് ചെയ്തു? മോശ ഒരു പാട്ടെഴുതി. ഇന്നിപ്പോൾ എല്ലാ അച്ഛന്മാരും പാട്ടെഴുത്തുകാരാണ്. അപ്പം മോശയ്ക്ക് എഴുതുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. മോശ പാട്ടെഴുതി, ട്യൂൺ ചെയ്ത് ജനങ്ങളെയും എല്ലാവരെയും പഠിപ്പിച്ചു. ഒരു വെറുവെറുപ്പും കൂടാതെ അനുഗ്രഹിച്ച മോശ മരിക്കുകയാണ്. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഇന്ന് വരെ മോശയുടെ ശവകുടീരത്തിൻ്റെ സ്ഥാനം ആർക്കും അറിയില്ല. ഒരുത്തനും ഇവൻ എവിടെയാണ് കിടക്കുന്നത് എന്നെങ്കിലും ഓർത്തേക്കണം. മോശ മരിക്കുമ്പോൾ 120 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കണ്ണ് മയങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് നിയമാവർത്തന പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ആയുസിന്റെ നാഥന് 2-3 വർഷം കൂടി കൊടുത്തിരുന്നെങ്കിൽ മോശയും അപ്പുറത്ത് ചെല്ലുമായിരുന്നു. അത് കിട്ടിയില്ല. എന്നിട്ട് അവസാന നിയമാവർത്തനത്തിന്റെ അവസാന ഒരു വാചക കഷ്ണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: മോശ അതുല്യനാണ്. ദൈവത്തെ നേരിൽ കാണുകയും നേരിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത മോശ അതുല്യനാണ്. അതേപോലെ ഒരു ട്രിബ്യൂട്ട്, ഒരു ആദരം എന്തെങ്കിലും യഹൂദരെ കുറിച്ച് പറഞ്ഞാൽ മോശയെ കുറിച്ചാണ് ഓർക്കുന്നത്. അതാണ്, ആ അർത്ഥത്തിലാണ് ഞാൻ ലോറൻസ് അച്ഛൻ്റെ കാര്യം. സ്മാരകമില്ലെങ്കിലും അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. കഠിനമായ രോഗപീഠ ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഒരു സഹനദാസനായിരുന്നു അദ്ദേഹം. എന്നിട്ടും തൻ്റെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം അറിയാതെ ഒരു തുറന്ന വാതിലായിട്ട് വന്നവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ കേൾക്കാനായിട്ട് അവിടെ ഇരുന്നു കൊടുത്തു എന്നതാണ്. നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് മുൻതൂക്കം കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്നൊരു സംഗതി എന്താണ് എന്ന് വെച്ചാൽ, എന്താണ്, ഒരിക്കലും ബാക്കി ഒരു കാര്യത്തിനും നേരം ഉണ്ടാകുകയില്ല. അത് ഉറപ്പായ കാര്യമാണ്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം, അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അത് ഓർക്കണം. ഏത് ആശുപത്രിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്ത് നോക്കിയാലും ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ആരാണ്, ഏത് വിഭാഗമാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അച്ഛന്മാരും കന്യാസ്ത്രീമാരുമാണ് ഏറ്റവും കൂടുതൽ ആശുപത്രിയിൽ പോകുന്നത്. ശരാശരിയാണ് എടുക്കേണ്ടത്. 10 പേര് പോകുന്നുണ്ടെങ്കിൽ 1000-ൽ നിന്നാണ് 10 ഓർക്കണം. 10 മനുഷ്യർ 15 പോകുന്നുണ്ടെങ്കിൽ 1,00,000-ൽ നിന്നാണ് പോകുന്നത്. എന്താണ്? കിടന്നു പോയാൽ നമ്മളെ നോക്കാൻ ആരുമില്ല എന്നതുകൊണ്ട് നമ്മൾ പോകും. നമുക്ക് നേരമില്ല എങ്കിൽ നമ്മൾ പോകില്ല. ഞാൻ നിങ്ങളാരും കുറ്റപ്പെടുത്തുന്നതല്ല. എൻ്റെ സ്വഭാവം അതായിരുന്നു. എന്തിനും ഏതിനും ഒക്കെ ഞാൻ ആശുപത്രിയിൽ പോകുവാൻ. ലൂർദിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ ആദ്യകാല രോഗികളിൽ ഒരാളായിരുന്നു ഞാൻ. 5275 എന്നതാണ് എൻ്റെ നമ്പർ. എനിക്ക് കാണാപ്പാടെ അറിയാം. ഇപ്പം എത്ര ലക്ഷമായി എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതുറക്കത്തിൽ നിന്ന് വിളിച്ചു നോക്കിയാലും ഈ 5275 എനിക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അന്ന് സമയം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് POCയിൽ വന്നിട്ട് 24 മണിക്കൂർ പോരാത്ത വന്നു കഴിഞ്ഞപ്പോൾ ആശുപത്രി പോകാനായിട്ട് പറ്റാതെ. ഈ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പോകാൻ നേരമില്ലെങ്കിൽ പല രോഗങ്ങളും പറയാറില്ലേ. മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് ജലദോഷം മാറും. ഒന്നും കഴിച്ചില്ലെങ്കിലും 7 ദിവസം കഴിയുമ്പോൾ ജലദോഷം മാറും. അതാണ് രീതി, അതാണ് ശരീരത്തിൻ്റെ. അപ്പോൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അദ്ദേഹം മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞ് പിന്നെ അവസാനം ഒരു കൊളാപ്സൊക്കെ വരും. ഒരുപക്ഷെ അതും നോക്കിയിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചു കാലം കൂടി ജീവിക്കുമായിരുന്നുവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് അദ്ദേഹം നല്ല ഓർമ്മയുടെ സ്ഥാനമായിട്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നു. നന്മ ചെയ്യാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യര്. ഓരോരുത്തരും ചെയ്യേണ്ടതായ സൽകൃത്യങ്ങൾ കൃത്യമായിട്ട് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് പൂർണ്ണമായിട്ടും ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. മാത്രമല്ല, പിശുക്ക് കൂടാതെ നന്മ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഓർമ്മ ദിവസത്തിൽ പ്രതിജ്ഞ എടുക്കുക.
ഒട്ടും പിശുക്ക് കാണിക്കാത്ത വളരെ മുന്നിൽ നമ്മുടെ നിൽക്കുന്ന ആള് വിത്ത് വിതയ്ക്കുന്ന കർഷകനാണ്. അറിയാലോ, ഈ വർഷത്തെ ഏറ്റവും നല്ല വിത്താണ്, അല്ല വിളവാണ് അടുത്ത വർഷത്തെ വിത്തായിട്ട് കർഷകൻ സൂക്ഷിക്കുന്നത്. അത് കുത്തി തിന്നാൽ നന്നായിരുന്നു, പക്ഷെ അത് ചെയ്യാതെ അവൻ വിതയ്ക്കാനായിട്ട് അത് വയ്ക്കുന്നു. കഷ്ടിച്ച് വയലിൽ വീഴാൻ വേണ്ടിയല്ല കൊണ്ടുപോകുന്നത്, കൂടുതൽ വിത്തുമായിട്ടാണ് പോകുന്നത്. പോകുമ്പോൾ കുറെ കിളി കൊണ്ടുപോകും, കുറെ വഴിയിൽ വീഴും, പാറപ്പുറത്ത് വീഴും. ഇങ്ങനെയൊക്കെ എത്ര വീണാലും വയലിൽ വീഴാൻ ആവശ്യത്തിന് വിത്ത് അവൻ കരുതിയിരിക്കും. അതാണ് നന്മ. അതിൻ്റെ കാര്യത്തിൽ പിശുക്ക് പാടില്ല. നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടിയും പാടില്ല. തിന്മ ഒഴിവാക്കിയത് കൊണ്ട് മാത്രമായില്ല, നന്മ സമൃദ്ധമായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ, അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഈ ദിവസം പ്രാർത്ഥന. അപ്പോൾ അതും ഇതുമൊക്കെ മാറ്റി കിട്ടാനായിട്ടൊക്കെ പറയുമ്പോഴും ദൈവം ചെവിയിൽ പറയും, നിനക്ക് എൻ്റെ കൃപ മതി, എൻ്റെ തോളിനെ ബലപ്പെടുത്തുക, ഏത് കുരിശ് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാനുള്ള ധൈര്യം ഇവിടെ നിന്ന് സംഭരിച്ചിട്ട് നമുക്കിറങ്ങാം.